നമസ്കാരം. ഇന്ന് ഷോദ സ്പിരിറ്റിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ട്രഷറർ കലക്ടർ മാഹിൻ സാഹിബാണ്. അദ്ദേഹത്തിനെ ഷോദ സ്പിരിറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം മാഹിൻ സാഹിബ്. നമുക്കറിയാം, മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഒരുപാട് രാഷ്ട്രീയപരമായി തന്നെ അല്ലെങ്കിലും ഒരുപാട് ജനപിന്തുണയുള്ള ഒരു വലിയ നേതാവ്. എന്തു പറയുന്നു ജില്ലയിലെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ട്? മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം പുതിയ കമ്മിറ്റിയുടെ കീഴിൽ ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചതേ ഉള്ളൂ. നേരത്തെയുള്ള കമ്മിറ്റിയും രാഷ്ട്രീയമായി കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിൻ്റെ KMCCയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. റമദാൻ മാസങ്ങളിൽ നടത്തപ്പെടുന്ന കാരുണ്യ പ്രവർത്തനം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാവങ്ങളെ സഹായിക്കുന്ന ഒരു രീതിയിലാണ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ബൈത്തുർ റഹ്മ, കുടിവെള്ള പദ്ധതികൾ, മറ്റ് പദ്ധതികൾ ഒക്കെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ മുസ്ലിം ലീഗാണ് UDF ഏറ്റവും ശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. വോട്ടർ ലിസ്റ്റുകൾ, വോട്ടർമാരെ ചേർക്കുന്നതും മറ്റു പ്രവർത്തനങ്ങളും എല്ലാം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. പഴയ കാലത്തുണ്ടായ അതേ രീതിയിൽ അതിനേക്കാളും ശക്തമായ രീതിയിൽ മുമ്പോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. തീർച്ചയായും വളരെ നല്ല കാര്യം. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് താങ്കളെ ഈ ഒരു ഷോദ സ്പിരിറ്റിലേക്ക് ക്ഷണിക്കാനുള്ള ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത്, നമുക്കറിയാം താങ്കളുടെ സമീപ പ്രദേശമായിട്ടുള്ള കളനാടൻ ജസീം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വളരെ ദാരുണമായിട്ട് കൊല ചെയ്യപ്പെടുകയുണ്ടായി. അങ്ങനെ തന്നെ വേണം പറയാൻ. എന്തു പറയുന്നു ആ വിഷയത്തെ? ഈ മയക്കുമരുന്നിൻ്റെ പിടി, ലഹരി വസ്തുക്കളുടെ പിടി ഇന്ന് വിദ്യാലയങ്ങളിൽ ഒരു തടസ്സവുമില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉപയോഗം നിർത്തലാക്കണമെന്ന് പല ഘട്ടങ്ങളിലായി ഞങ്ങളുടെ പ്രദേശങ്ങളിൽ നിന്ന് ഞങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ കക്ഷി ഭേദമന്യേ എല്ലാം നടത്തിക്കൊണ്ടിരുന്ന സമയമായിരുന്നു. അന്ന് ഈ മാർച്ച് 1-ാം തീയതി ഈ കുട്ടിയെ കാണാനില്ല എന്ന വസ്തുത അറിഞ്ഞ ഉടനെ തന്നെ ഏകദേശം 10 മണിയോട്, അന്ന് രാത്രി 10 മണിയോടുകൂടി ബേക്കൽ പോലീസിനെ ആ കുട്ടിയുടെ പിതാവ് ജാഫർ അറിയിച്ചിരുന്നു. ബേക്കൽ പോലീസ് ഒരു പരാതിയായി എടുക്കാതെ അതിനെപ്പറ്റി ഒരു അന്വേഷണവും നടത്തിയില്ല. പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച ഉണ്ടായതായിട്ടാണ് പറയുന്നത്, അല്ലേ? പോലീസ് അന്ന് അതിനെപ്പറ്റി അന്വേഷിച്ചില്ല. അന്ന് ഒരു കുട്ടീനെ കാണാതായി എന്ന വിവരം നാട്ടുകാരും പിതാവ് പോലീസിനെ വിളിച്ചറിയിക്കുന്നില്ല. അന്ന് അത് കാര്യമായി എടുത്തില്ല. ആ കുട്ടി ടവർ ലൊക്കേറ്റ് ചെയ്ത് എവിടെയുണ്ട് എന്ന് കണ്ടുപിടിക്കാനോ മറ്റോ ശ്രമിച്ചില്ല. അതുമാത്രമല്ല, പിറ്റേന്ന് ഉച്ചയോടുകൂടി പിതാവ് പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. ഇന്ന കുട്ടികളുടെ കൂടെയാണ് എൻ്റെ മകൻ പോയത് എന്ന് പറഞ്ഞ് 3 പേരുടെ പേര് കൊടുത്തു. അതൊക്കെ കൊടുത്തിട്ടും അവരെ ചോദ്യം ചെയ്ത് പോലീസ് പറഞ്ഞു അവർ നിരപരാധികളാണ് പോലീസ് പറഞ്ഞു. ഇവിടെ വലിയൊരു കാര്യം, ജാസിമിന് മുമ്പേ, അതല്ലെങ്കിൽ ജാസിമിൻ്റെ കൊലപാതകത്തിന് മുമ്പേ കലക്ടർ മാഹിൻ സാഹിബ് വിപ്ലവകരമായ ഒരു തീരുമാനമെടുത്തിരുന്നു. ഈ നാട്ടിലെ കഞ്ചാവ് വേട്ട അന്നേ നിങ്ങൾ തുടങ്ങിയിരുന്നു, അല്ലേ? വലിയ കുറേ കഞ്ചാവ് കൂട്ടിയിട്ടിട്ട് അതിനെ കത്തിക്കുന്ന ഒരു വലിയ കാഴ്ച ജനങ്ങളൊക്കെ സ്വാഗതം ചെയ്ത ഒരു കാര്യമാണ്. അത് അന്ന് ഒരു സ്ഥലത്ത് വെച്ച് കഞ്ചാവ് ഞങ്ങൾക്ക് ലഭ്യമായി പ്രതികളെ ആദ്യം പിടിച്ചിരുന്നു. അപ്പം ആ സമയത്ത് കഞ്ചാവ് ലഭ്യമായില്ല. പിന്നീട് കഞ്ചാവ് ഞങ്ങളുടെ കയ്യിലെത്തുന്നതോടുകൂടി ആ പ്രതികളെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ അത് പോലീസിൽ കൊടുത്തത് പിന്നെ ഒരു കേസില്ലാത്ത രൂപത്തിലാവണ്ട എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് അന്ന് കത്തിച്ചത്. അതിനു മുമ്പ് അതേ സ്ഥലത്ത് തന്നെ പിന്നെ മദ്യത്തിൻ്റെ വിൽപ്പന ബീവറേജ് കോർപ്പറേഷനിൽ നിന്ന് കൊണ്ടുവന്ന് ചില്ലറയായി വിൽക്കുന്ന ഒരു ചില്ലറയായി വിൽപ്പന നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയുടെ പറമ്പിൽ നിന്ന് കുറേ മദ്യക്കുപ്പികൾ ഞങ്ങൾ വിറ്റിരുന്നു. അത് നാട്ടുകാർക്കൊരു, ആ പ്രദേശത്തുകാർക്കൊരു ശല്യമായി തീരുന്ന അവസ്ഥയിൽ വന്നപ്പോഴാണ് ആ പ്രദേശത്തുകാരുടെ പല പ്രാവശ്യം പോലീസിൽ പരാതി കൊടുത്തു. പോലീസ് ഒരു നടപടി എടുക്കാതെ കൊണ്ടാണ് ഞങ്ങൾ നേരിട്ട് പോയി അത്തരമൊരു പ്രവൃത്തി ചെയ്യേണ്ടി വന്നത്. അതായത് ഇവിടെ കാണപ്പെടുന്നുള്ളത് പോലീസ് ലഹരി മാഫിയയുടെ കൂടെ നിൽക്കുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, അതല്ലെങ്കിൽ ഇപ്പോൾ ജാസിമിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് തന്നെ
ജാസിമിൻ്റെ പിതാവ് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി പോയപ്പോൾ ഒരു നടപടിയും ഉണ്ടാക്കാൻ ആദ്യഘട്ടത്തിൽ സാധിച്ചിട്ടില്ല പോലീസിന്. അവിടെ വ്യക്തമാകുന്നത് പോലീസ് ഈ പറഞ്ഞതുപോലെ ലഹരി മാഫിയയുടെ ഭാഗത്ത് എന്നാണോ? ലഹരി മാഫിയയുടെ ഭാഗത്ത് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും പോലീസ് ഇതൊരു നിസ്സാരവൽക്കരിച്ച് ഇത്തരം കാര്യങ്ങളെ ഇപ്പോൾ 1 കിലോ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ചാക്കോളം വരും. അത്രയും ഒരു ക്വാണ്ടിറ്റി കിട്ടിയില്ലെങ്കിൽ നിസ്സാരമായ വകുപ്പുകൾ ഇട്ട് അന്ന് തന്നെ പ്രതികൾ രക്ഷപ്പെടുന്ന അവസ്ഥയാണ് കണ്ടുവരുന്നത്. ഒരു സ്റ്റേഷൻ ജാമ്യം തന്നെ രണ്ടുപേര് പോയി സ്റ്റേഷൻ ജാമ്യം എടുത്ത് പ്രതികൾ പുറത്തിറങ്ങുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. അപ്പോൾ പോലീസിന് അവർക്ക് വേണമെങ്കിൽ പലതരത്തിലുള്ള കേസുകളുണ്ടാക്കി ഒരു കൈകൊണ്ട് അടികൂടിയാലില്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടാകുമ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം 20-30 ദിവസത്തേക്ക് പ്രതികളെ റിമാൻഡ് ചെയ്യുന്ന അത്തരം കേസുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ലഹരി മാഫിയക്കെതിരെ അത്തരം കേസുകൾ എടുക്കുന്നില്ല. തീർച്ചയായും ഒരു അടിപിടി നടന്നാൽ തന്നെ 308 ഇടുന്ന പോലീസാണ്. പക്ഷേ ഇവിടെ മൈൻ സാഹിബ് ജാസിമിൻ്റെ വിഷയത്തിലോട്ട് തിരിച്ചു വന്നാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഒരു പരിപൂർണമായിട്ടുള്ള ഒരു നീതി ഈ കേസിൽ എവിടെയും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അല്ല, അത് ഞാൻ പറഞ്ഞ പോലെ 2-ാം തീയതി ഉച്ചയോടുകൂടി ജാസിമിൻ്റെ പിതാവ് പരാതി കൊടുത്തു സംശയിക്കപ്പെടുന്ന വ്യക്തികളുടെ പേരും കൊടുത്തു. അവരെ പോലീസ് കൊണ്ടുപോയി ചോദ്യം ചെയ്ത് അന്ന് തന്നെ വിട്ടയച്ചു. ഇവർക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് അവരെ അന്ന് തന്നെ വിട്ടയച്ചു. പിന്നീട് 3 ദിവസം നാട്ടുകാർ പല സ്ഥലങ്ങളിൽ, കണ്ണൂർ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിൽ പോയി അന്വേഷിച്ചെങ്കിലും ഒരു വിവരം കിട്ടാതെ അവസാനം ഇതേ പ്രതികളെ ചോദ്യം ചെയ്ത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തുകൊണ്ടാണ് പാതിരാത്രി 5-ാം തീയതി പാതിരാത്രി 1 മണിയോടുകൂടി ആ സ്ഥലം കാണിച്ചു കൊടുക്കുന്നത്, ആ മൃതദേഹം ഉണ്ടായിരുന്ന അതേ സ്ഥലം കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് അന്ന് തന്നെ അറിയാമായിരുന്നു 1-ാം തീയതി വൈകുന്നേരം തന്നെ അപകടമാണെങ്കിൽ, ഇനി അഥവാ അപകടമാണെങ്കിൽ അന്ന് തന്നെ അത് സംഭവം അവിടെ ഉണ്ട് എന്നുള്ള അത് ഒളിപ്പിച്ച് വെക്കേണ്ട കാര്യമില്ലായിരുന്നു. അപകടം നടന്ന ആ സ്പോട്ടിൽ തന്നെ ചിലപ്പോൾ മരണം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ആശുപത്രിയിലോ മറ്റോ കൊണ്ടുപോയിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. അതുപോലും മറച്ചു വെച്ച് മരണത്തിലേക്ക് ഈ ജാസിം എന്ന വിദ്യാർത്ഥിയെ മരണത്തിലേക്ക് നയിച്ചത് ഈ പ്രതികളുടെ ഭാഗത്തു നിന്നുള്ള അത് പോലീസ് ഇപ്പോൾ പറയുന്ന അത്തരം ഈ മൃതദേഹം കാണിച്ചു കൊടുത്ത് മറ്റ് ഈ 3 പേരാണെന്ന് പോലീസ് സമ്മതിക്കുന്നു. 3 അല്ല 4 പേര്. എന്നിരുന്നാലും അവർക്ക് അതിനെപ്പറ്റി അറിയില്ല. ആ വണ്ടി ഇടിച്ച ഉടനെ മരിച്ചു. അതൊക്കെ പല പ്രാവശ്യം ചോദിച്ചിരുന്നു. അന്ന് മരിച്ചിരുന്നില്ലെങ്കിൽ, അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ ആ കുട്ടി രക്ഷപ്പെടുമായിരുന്നില്ല. അപ്പോൾ പോലീസിന് അതൊരു നിസ്സാരവൽക്കരിക്കുന്ന അത് അപ്പം തന്നെ മരിച്ചു, ആ സമയത്ത് തന്നെ മരിച്ചു എന്ന രീതിയിലാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇവിടെ മായിൻ സാഹിബിൻ്റെ കാഴ്ചപ്പാടിൽ പോലീസാണ് ഇവിടെ കുറ്റക്കാർ. പോലീസല്ല, ഇതിൽ 2 മുതിർന്ന 26-24 വയസ്സോളം പ്രായമുള്ള കഞ്ചാവ് വിൽപ്പനക്കാരായ 2 പേരുണ്ട്. ഒരു കളനാട് സ്വദേശി, 2 പേരും കളനാട് സ്വദേശി. അപ്പോൾ അവർ പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഈ കുട്ടിയെ പ്രേരിപ്പിച്ചു എന്നാണ് സംശയിക്കുന്നത്. അതെ, 377. അപ്പോൾ അത് ആ പിടിവലിയിൽ വണ്ടിക്ക് തട്ടിയോ ഇല്ലെങ്കിൽ മറ്റ് അപകടം സംഭവിച്ചോ എന്താണെന്ന് അറിയുന്നില്ല. ആദ്യമേ പറഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യമാണ് ഈ പ്രകൃതി വിരുദ്ധ പീഡനം ഈ കേസിൽ എവിടെയോ ഒളിഞ്ഞിരിക്കുകയാണ്. അതിലോട്ട് പോലീസ് പോകുന്നില്ല. പോലീസിന്റെ കാഴ്ചപ്പാടിൽ മാത്രം ഒതുങ്ങിയിട്ടാണ് പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇവരൊന്നുമില്ല. ഇപ്പൊ ഇവരുടെ മേൽ ചുമത്തിയിട്ടുള്ള മറ്റൊരു വിദ്യാർത്ഥിക്ക് കഞ്ചാവ് കൊടുത്തു എന്ന കുറ്റം മാത്രമാണ്. ഈ ജാസിം മൈനർ ആയിരുന്നു അല്ലേ? ജാസിം മൈനറായിരുന്നു, 2 കൂട്ടുകാരും മൈനറായിരുന്നു, 18 ദിവസം. അപ്പോൾ ആ ഒരു വകുപ്പ് ഇട്ടിട്ട് ഇവരെ എന്താ പറയുക റിമാൻഡ് ചെയ്തതാണെന്നാണ്. ജാസിമിനെ കുറിച്ചൊന്നുമില്ല, വേറൊരു കുട്ടിക്ക് 2 മൈനർ കുട്ടികളും ജീവിച്ചിട്ടുള്ള അവർക്ക് കൊടുത്ത കഞ്ചാവ് വിതരണം ചെയ്തു എന്ന കുറ്റം ആരോപിച്ചാണ് ഇപ്പോൾ. തീർച്ചയായും ഇതൊരു കൊലപാതകം എന്നുള്ളത് കാസർഗോഡ് ജില്ല എന്നല്ല കേരളം ഒട്ടാകെ പറയുന്ന ഒരു കാര്യമാണ്. ഇതൊരു കൊലപാതകം എന്നുള്ളത്. ഇതിൻ്റെ സത്യാഗ്രഹ സമരം എനിക്ക് നാളെ 19-ാം തീയതി മുതൽ ജസീം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം മേൽപ്പറമ്പിൽ നടത്താൻ പോവുകയാണ്. അതിലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ മറ്റ് സമരപരിപാടിയിലേക്ക് നീങ്ങുന്ന രീതിയിലാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. അപ്പം നാളത്തെ സത്യാഗ്രഹ സമരത്തിൽ
അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തിൽ എല്ലാ നല്ലവരായ എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഇതിന് നിങ്ങളുടെ പത്രപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് നല്ലൊരു പ്രചരണവും കൂടി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും ഉണ്ടാകും. മായൻ സാഹിബ്, ഇവിടെ ഒരു വലിയ വിഷയമുണ്ട് മായൻ സാഹിബ്. അതായത് കാലങ്ങളായിട്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വലിയൊരു ലഹരി മാഫിയ ഉണ്ട് എന്നുള്ള കാര്യം അറിയാമായിരിക്കാം. പക്ഷേ ഒരു കാസർഗോഡിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാം ഒന്നിനു ശേഷം മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ റിയാസ് മൗലവിയുടെ കൊലപാതകം വരുന്നു, അതിനുശേഷം മൊത്തം കാസർഗോഡിലെ വർഗീയ അന്തരീക്ഷത്തിനെതിരെ പ്രവർത്തിക്കുക. ഇപ്പോൾ ജാസിം കൊല്ലപ്പെടുന്നു, ജാസിമിൻ്റെ മരണത്തിന് ശേഷം മാത്രം കഞ്ചാവ് മാഫിയക്കെതിരെ പ്രവർത്തിക്കാം. താങ്കളെ പറയുകയല്ല, മുസ്ലിം ലീഗിൻ്റെ ഒരു രീതി എന്താണ്? ഇങ്ങനെ ഏത് രീതിയിൽ കാണുന്നു? ഇതിനെങ്ങനെ അടിച്ചമർത്താൻ മുസ്ലിം ലീഗ് ലക്ഷ്യമിടുന്നു? സംഭവങ്ങൾ ഉണ്ടായാൽ മാത്രമേ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിലും അത്തരം ഒരു സംഭവം, അനിഷ്ട സംഭവം ഉണ്ടായാൽ മാത്രമേ അത് പെടുന്നുള്ളൂ. ഇപ്പം ഇന്ന് 18-ാം തീയതി ചേർന്ന മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തക സമിതി യോഗത്തിൽ ലഹരി വിരുദ്ധ പ്രചരണത്തിനെതിരെ ഒരു ക്യാമ്പയിനിങ് നടത്താനും പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, യൂത്ത് ലീഗിനെയും MSSനെയും മുമ്പിൽ നിർത്തി ലഹരിക്കെതിരായി ശക്തമായ രീതിയിൽ പ്രവർത്തിക്കണമെന്ന്, അതിന് പോലീസുമായി സഹകരിച്ച് ശക്തമായ രീതിയിൽ പ്രവർത്തിക്കണമെന്ന് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെ ഇന്നത്തെ പ്രവർത്തക സമിതി. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളുമായി മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പം ഒരു അപകടം വരുന്നതിന് മുമ്പ്, ഇപ്പോൾ ഓക്കി ദുരന്തം വന്നതിന് ശേഷമാണ് ഇങ്ങനെ ദുരന്തം വരുന്നുണ്ടെന്നുള്ള സർക്കാർ പോലും അറിയുന്നത്. അപ്പോൾ അതുപോലെ വന്നതിന് ശേഷമല്ല അറിയുന്നത്, മുൻകൂട്ടിയാണ്. പക്ഷെ താങ്കൾ, എനിക്ക് തോന്നുന്നത് താങ്കൾ അത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടിരുന്നു. അതിൻ്റെ തീരുമാനമായിരുന്നു ആ കഞ്ചാവ് സംഭവം കത്തിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കഞ്ചാവ് വിൽപ്പനക്കാരുണ്ട് എന്നുള്ള സംസാരവും നാട്ടുകാരുടെ സ്കൂൾ കേന്ദ്രീകരിച്ച് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന 2-3 പ്രാവശ്യം, ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യങ്ങളിലായി ഞങ്ങൾ കഞ്ചാവ് പിടിച്ചിട്ടുണ്ട്. അത് പോലീസിനെ ഏൽപ്പിച്ചു. അവസാനത്തെ പ്രാവശ്യമാണ് അത് പോലീസിനെ ഏൽപ്പിക്കാൻ പ്രതികൾ ഓടി അന്ന് രക്ഷപ്പെട്ടുകൊണ്ട് അതിൻ്റെ ശേഷമാണ് ഞങ്ങൾക്ക് കഞ്ചാവ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് കത്തിക്കേണ്ടി വന്നത്. പിന്നെ അത് അവിടെ വെച്ച് പോലീസിനെ ഏൽപ്പിച്ചാൽ ചിലപ്പോൾ പോലീസുകാർ ഇല്ലെങ്കിൽ ഈ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ തന്നെ ഉപയോഗിക്കുന്ന അവസ്ഥ വരണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് കത്തിക്കുന്നത്. തീർച്ചയായും നല്ല കാര്യം മാഹിൻ സാഹിബ്. ഈ ജാസിമിൻ്റെ വിഷയത്തിൽ തീർച്ചയായും മുന്നോട്ട് പോവുക. എല്ലാവിധ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഷോ ദ സ്പിരിറ്റിൽ എന്ന് നമ്മോടൊപ്പം അതിഥിയായെത്തിയ മാഹിൻ സാഹിബിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.